IPL മാച്ച് നമ്പർ 34 ഇന്നലെ അവസാനിച്ചപ്പോൾ തുടർച്ചയായ മൂന്നാം പരാജയമായിരുന്നു RCB ചെന്നൈയിൽ ഏറ്റുവാങ്ങിയത്. അതുകൊണ്ട് ഈ മത്സരത്തിന്റെ ഒരു റിവ്യൂ ആണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇതുപോലെ കൂടുതൽ IPL വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. മഴ മൂലം 14 ഓവറായി വിട്ടുചുരുക്കിയ മത്സരത്തിൽ ടോസ് നേടിയ പഞ്ചാബ് ബൗളിംഗ് തിരഞ്ഞെടുക്കുകയാണ് ഉണ്ടായത്. പിച്ച് കവേഴ്സിനടിയിലായിരുന്നതുകൊണ്ട് തന്നെ കുറച്ച് ഹാർഡായിട്ടാണ് മത്സരത്തിൽ കാണപ്പെട്ടതും. ആദ്യ പന്തിൽ ബൗണ്ടറി അടിച്ച് സോൾട്ട് തുടങ്ങിയെങ്കിലും പവർ പ്ലേയിൽ തന്നെ സോൾട്ട്, കോഹ്ലി, ലിവിങ്സ്റ്റൺ തുടങ്ങി 3 പേരും പുറത്തായിരുന്നു. വെറും 26 മാത്രമായിരുന്നു 4 ഓവറിൽ ടീം നേടിയത്. പിന്നീടും വിക്കറ്റ് അതുപോലെ തന്നെ പോയിക്കൊണ്ടിരുന്നപ്പോൾ ടിം ഡേവിഡിന്റെ ഇന്നിംഗ്സ് ആയിരുന്നു RCBയെ 95-9 എന്ന നിലയിലേക്ക് എത്തിച്ചത്. IPLലെ തന്റെ ആദ്യത്തെ 50 ആയിരുന്നു ഡേവിഡ് നേടിയത്. ദേവദത്ത് പടിക്കലിന് പരിക്കൊന്നുമില്ലെങ്കിൽ RCBയുടെ ഇമ്പാക്ട് പ്ലെയർ യൂസേജ് വളരെ സ്റ്റുപ്പിഡായിട്ടാണ് മത്സരത്തിൽ കാണപ്പെട്ടത്. പടിക്കൽ വൺ ഡൗണിൽ വരുന്നതുകൊണ്ടായിരുന്നു സ്ട്രോങ് ആയ ടോപ്പ് ഓർഡർ എക്സ്പാൻഡ് ചെയ്യാൻ ടീമിന് ഈ വർഷം സാധിക്കുന്നത്. എന്നാൽ പടിക്കലില്ലാതെ ഇന്നലെ അറ്റാക്ക് ഇന്റന്റോടെ RCB ബാറ്റ് ചെയ്യാൻ വന്നപ്പോൾ ബേസിക്കലി ഓപ്പണേഴ്സ് പോയതോടെ അവരുടെ ബാറ്റിംഗ് പെട്ടെന്ന് എക്സ്പോസ് ആവുകയാണ് ചെയ്തത്. ലിവിങ്സ്റ്റണൊക്കെ പവർ പ്ലേയിൽ എത്തിയത് തന്നെ വൻ അബദ്ധമായി മാറിയിരുന്നു. പഞ്ചാബിനെ നോക്കിയാൽ അവരുടെ ഫാസ്റ്റ് ബോളേഴ്സ് എറിഞ്ഞ ലെങ്ത് ഇംപ്രസീവ് ആയിരുന്നു. ആദ്യ ഓവറിൽ വന്ന 2 ഫുള്ളർ ലെങ്ത് ഡെലിവറി ഒഴിച്ചു നിർത്തിയാൽ ബാക്കി എല്ലാ ഓവറിലും ഷോർട്ട് ലെങ്ത് പന്തുകൾ എറിയാനായിരുന്നു അവർ ശ്രമിച്ചത്. സോൾട്ട്, കോഹ്ലി, കൃണാൽ തുടങ്ങി 3 പേരുടെ വിക്കറ്റും ഇതുവഴി ലഭിച്ചു. ഗ്രൗണ്ട് പെർഫെക്റ്റായി അറിയുന്ന ചഹൽ പന്തെറിയുന്ന സ്പീഡായിരുന്നു ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം. പട്ടിദാർ, ജിതേഷ് എന്നിവർക്കെതിരെ 90 കേസും ഡേവിഡ്, ഭുവി എന്നിവർക്കെതിരെ 70 കേസിലുമായിരുന്നു ചഹൽ സ്പീഡ് വേരി ചെയ്തെറിഞ്ഞത്. ഒപ്പം ശ്രേയസ് ബൗളേഴ്സിന്റെ കാര്യത്തിലെടുത്ത റിസ്ക്കും എടുത്തു പറയേണ്ട ഒന്നായിരുന്നു. വിക്കറ്റ് വീണുകൊണ്ടിരുന്നപ്പോൾ മെയിൻ ബോളേഴ്സിനെ മാത്രമായിരുന്നു ശ്രേയസ് യൂസ് ചെയ്തത്. 11 ഓവറായപ്പോൾ തന്നെ മാർക്കോ യാൻസൺ, അർഷദീപ്, ചഹൽ തുടങ്ങി 3 പേരും ബൗൾ ഔട്ടായി. 5th ബോളിംഗ് ഓപ്ഷനായി ബ്രാർ വന്നത് 12ാം ഓവറിലായിരുന്നു. അയ്യർ എടുത്ത റിസ്കിനുള്ള റിവാർഡും ഇന്നലെ കിട്ടി. ലാസ്റ്റ് ഓവറിൽ 3 6 പോയിട്ടും ഹ്യൂജ് ടോട്ടലിലേക്ക് RCBക്ക് എത്താൻ പറ്റിയില്ല. മറുപടി ബാറ്റിംഗിൽ ആദ്യ ഓവർ ക്വയറ്റ് ആയിരുന്നുവെങ്കിലും ബാക്കി 3 ഓവറിൽ 30 അടിച്ച പവർ പ്ലേയിൽ 33-2 എന്ന നിലയിലേക്ക് പഞ്ചാബ് എത്തിയിരുന്നു. ചേസ് 96 ആയതുകൊണ്ട് തന്നെ ഈ സ്റ്റാർട്ട് ഗെയിം സീൽ ചെയ്യാനുള്ള ചാൻസ് പഞ്ചാബിന് കൊടുത്തു. ശേഷം അയ്യർ, ജോഷ് ഇംഗ്ലീഷ് എന്നിവർ പഞ്ചാബ് സ്കോർ മുന്നോട്ട് കൊണ്ടുപോയി. 8ാം ഓവറിൽ ഹേസൽവുഡിനെ തിരികെ കൊണ്ടുവന്നപ്പോൾ 2 വിക്കറ്റ് വീണ്ടത് ചെറിയ സമ്മർദ്ദം പഞ്ചാബിന് മുകളിൽ കൊടുത്തെങ്കിലും ഇൻഫോം ബാറ്റർ നെഹൽ വധേര കൗണ്ടർ അറ്റാക്ക് ചെയ്ത ഗെയിം ഓൾമോസ്റ്റ് 2 ഓവർ ശേഷിക്ക് ഇന്നലെ അവസാനിപ്പിക്കുകയാണ് ഉണ്ടായത്. RCB നല്ലൊരു ഫൈറ്റ് തന്നെ ബൗളിംഗിൽ കാഴ്ചവെച്ചെങ്കിലും സ്കോർ ബോർഡിൽ റൺസ് ഇല്ല എന്നതായിരുന്നു അവർക്ക് പറ്റിയ ഏറ്റവും വലിയ പ്രശ്നം. ഒപ്പം സ്പിന്നേഴ്സ് ഗെയിം എങ്ങനെ കൺട്രോൾ ചെയ്തു എന്നതും ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ട്. ചഹലും ബ്രാറും 5 ഓവറിൽ 36 വഴങ്ങി 4 വിക്കറ്റ് വീഴ്ത്തിയപ്പോൾ സുയാഷും കൃണാളും 4 ഓവറിൽ 35 വഴങ്ങി 1 വിക്കറ്റ് പോലും എടുത്തില്ല. ഫാസ്റ്റ് ബോളേഴ്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്താണ് RCB ഇന്നലെ മുന്നോട്ട് പോയത്. എന്നാൽ പഞ്ചാബിന്റെ ടോട്ടൽ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റെപ്പ് ചെയ്തു. ഹോം ഗ്രൗണ്ടിൽ ജയിക്കാനുള്ള ഒരു ഫോർമുല RCB കണ്ടെത്തിയിട്ടില്ല എങ്കിൽ എവേ ഗ്രൗണ്ടിൽ എത്ര നന്നായി കളിച്ചു എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം 7 മത്സരങ്ങൾ ഇവിടെയാണ് ടീം കളിക്കേണ്ടത്. ഓൾറെഡി 3 എണ്ണം അവിടെ തോറ്റു. അവസാനമായ മത്സരത്തിന്റെ സ്കോർ കാർഡ് നോക്കിയാൽ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിന് ഇറങ്ങിയ RCB 95 നേടിയപ്പോൾ മറുപടി ബാറ്റിംഗിൽ വധേരയുടെ പിൻബലത്തിൽ പഞ്ചാബ് വിജയം നേടുകയാണ് ചെയ്തത്.